ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ആമേൻ, നമ്മൾ എവിടെ കാല് ചവിട്ടിയാലും അവിടെ അനുഗ്രഹിക്കപ്പെടും. എവിടെ നിന്നാലും അവിടെ അനുഗ്രഹിക്കപ്പെടും. ഞാൻ വളരെ ശക്തമായിട്ട് വിശ്വസിക്കുന്ന കാര്യമെന്നാണ്, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ സകലതും നമ്മുടെ പുറകെ വരും. സകലതും നമ്മുടെ പുറകെ വരും. സങ്കീർത്തനം 23:4 നിങ്ങൾ ആ വചനമൊക്കെ ഒന്ന് എടുത്ത് വായിച്ചിട്ട് ആത്മാവിലൊന്നും അത് ഗ്രഹിക്കണം. സങ്കീർത്തനം 23:4 എല്ലാവരും ഒന്ന് എടുക്കണം. കാണാതെ അറിയാവുന്ന വചനമാണ്, എങ്കിലും നിങ്ങൾ ആത്മാവിലൊന്ന് അത് വായിച്ചേ. കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടത്തില്ല. ഞാൻ ഒരനർത്ഥവും ഭയപ്പെടത്തില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, കൂരിരുൾ താഴ്വരയിൽ, മരണ നിഴലിൻ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടത്തില്ല. നീ എൻ്റെ കൂടെ ഇരിക്കുന്നുവല്ലോ. അവൻ ഇരുട്ടാണെങ്കിലും വെളിച്ചമായ നീ എൻ്റെ കൂടെ ഇരിക്കുന്നുവല്ലോ. മരണനിഴലാണെങ്കിലും ജീവനായകൻ എൻ്റെ കൂടെ ഇരിക്കുന്നുവല്ലോ. അതുകൊണ്ട് ഞാൻ ഒരനർത്ഥവും ഭയപ്പെടത്തില്ല. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവം കൂടെ ഉണ്ടെങ്കിൽ എത്ര പ്രതിസന്ധിയിലൂടെ പോകേണ്ടി വന്നാലും, എത്ര പ്രതികൂലത്തിലൂടെ പോകേണ്ടി വന്നാലും, എത്ര കഷ്ടതയിലൂടെ പോകേണ്ടി വന്നാലും, എത്ര പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നാലും നിങ്ങൾ അനർത്ഥത്തെ ഭയപ്പെടത്തില്ല. കാരണം ഒരു വഴിയായി ശത്രു വരും, 7 വഴിയായി നിന്റെ മുമ്പിൽ നിന്ന് അത് ചെതറിപ്പോവും. കാരണം സർവശക്തനായവൻ നിന്റെ കൂടെ ഇരിക്കുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടത്തില്ല. ഒരനർത്ഥവും ഭയപ്പെടാതെ ജീവിക്കുന്ന ജീവിതമാണ് ദൈവത്തിൻ്റെ കൂടെയുള്ള ജീവിതം. കാര്യം എന്താണെന്ന് അറിയാമോ? ദൈവം കൂടെ ഉണ്ടെങ്കിൽ നിന്റെ നേരെ വരുന്നതൊന്നും നിന്നെ ബാധിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ആമേൻ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഏതെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്നെ ആശ്വസിപ്പിക്കുന്നത് മനുഷ്യനല്ല, എന്നെ ആശ്വസിപ്പിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ഒരമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ എന്നെ അവൻ ആശ്വസിപ്പിക്കും. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. അടുത്ത വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്, എന്റെ ശത്രുക്കൾ കാണുകെ. നമുക്ക് ദൈവം കൂടെ ഉണ്ടെങ്കിൽ ശത്രുക്കൾ, നിന്നെ തകർക്കാൻ വരുന്ന ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കും എന്ന് പറഞ്ഞാൽ, നിന്നെ തകർക്കണം, നിന്നെ ഇല്ലായ്മ ചെയ്യണം, നിന്നെ നശിപ്പിക്കണം എന്ന് പദ്ധതി ഇട്ടുകൊണ്ട് വരുന്ന ശത്രുക്കൾ കാണുകെ അവൻ എനിക്ക് വിരുന്നൊരുക്കുന്നു. പ്രിയമുള്ളവരെ, ചെറിയ വിരുന്നല്ല, മഹാവിരുന്ന്, രാജകീയമായ വിരുന്നാണ് കർത്താവ് ഒരുക്കുന്നത്. അപ്പോൾ ദൈവം കൂടെ ഉണ്ടെങ്കിൽ നീ തകരുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം നിനക്ക് വിരുന്നൊരുക്കി മാനിക്കും. ഇന്ന് പലരും ചിന്തിക്കുന്നുണ്ട്, എന്നെ അവർ തകർക്കുമെന്ന് പറഞ്ഞതാണ്. പ്രിയമുള്ളവരെ, അവർ തകർക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സന്തോഷിച്ചു തുള്ളണം. നിങ്ങൾക്ക് ശത്രുക്കൾ ഉള്ളപ്പോൾ നിങ്ങൾ സന്തോഷിച്ചു തുള്ളണം. കാരണം നിന്റെ ശത്രുക്കൾ കാണുകെ അവൻ വിരുന്നൊരുക്കുന്ന ദൈവമാണ്. നിന്റെ ശത്രുക്കൾ കാണുക നിനക്കവൻ വിരുന്നൊരുക്കുന്നു. ആ കരങ്ങളൊക്കെ ഒന്ന് അടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. എവിടെയെല്ലാം ശത്രുക്കളുണ്ടോ അവിടെയെല്ലാം നീ തലകുനിക്കത്തില്ല, അവിടെയെല്ലാം നീ പരാജയപ്പെടത്തില്ല. ആരൊക്കെ നിന്നെ പരാജയപ്പെടുത്താൻ നോക്കിയാലോ, ആരൊക്കെ നിന്റെ തല കുനിപ്പിക്കുമെന്ന് പറഞ്ഞ് നിനക്ക് വിരോധമായി ഗൂഢാലോചനകൾ ചെയ്ത് നിന്നെ തകർക്കാൻ പദ്ധതികൾ ഇട്ടാലും ദൈവത്തിന്റെ വചനം നിന്നോട് പറയുന്നു, നിന്റെ കൂടെ ഇരിക്കുന്ന ദൈവം, നിന്റെ കൂടെ ഇരിക്കുന്ന ദൈവം, നിന്നെ ബലപ്പെടുത്തുന്ന ദൈവം ശത്രുക്കൾ കാണുകെ നിനക്ക് വിരുന്നൊരുക്കുക. നിന്റെ ശത്രുവും പകയനും പല്ല് കടിച്ച് മിണ്ടാതെ ആകുന്നത് പോലെ നിന്റെ ശത്രുക്കളുടെ മുമ്പിൽ വിരുന്നൊരുക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നീ സേവിക്കുന്ന. ആ ദൈവമാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ശത്രുക്കളുണ്ടെന്ന് പറഞ്ഞ് ഭയപ്പെട്ട് നടക്കാനല്ല. ശത്രുക്കളുള്ളപ്പോൾ നീ പറയണം, മരണ നിഴലിൻ താഴ്വരയിൽ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടത്തില്ല. കാരണം എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ആമേസ്തോത്രം. അവൻ ശത്രുക്കൾ കാണുകെ എനിക്ക് വിരുന്നൊരുക്കുന്നു. ദൈവം കൂടെ ഇരുന്നാൽ ചെയ്യുന്ന കാര്യം ശത്രുവിന്റെ മുമ്പിൽ മേശയൊരുക്കി മാത്രമല്ല, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം. ദൈവം കൂടെയുള്ളവന്റെ അഭിഷേകം പുതുക്കും. ഓരോ ദിവസം ചെല്ലുന്തോറും അഭിഷേകം പുതുക്കും. 2020 പ്രാപിച്ച അഭിഷേകവുമായിട്ട് 2021 ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. ഓഗസ്റ്റ് മാസത്തെ ശുശ്രൂഷയും അല്ല അഭിഷേകവുമായിട്ട് സെപ്റ്റംബർ മാസം പോകാൻ കഴിയത്തില്ല. ഈ സെപ്റ്റംബർ മാസം 2020 സെപ്റ്റംബർ മാസം 20-ാം തീയതി നാം നിൽക്കണമെങ്കിൽ നമുക്ക് ഒരു പുതിയ അഭിഷേകം ആവശ്യമാണ്. എൻ്റെ തലയെ അവൻ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. ദാവീദ് പറഞ്ഞു, എന്നെ അവൻ പുതിയ എണ്ണ തേപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവം കൂടെ ഇരുന്നാൽ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഓരോ ദിവസവും അഭിഷേകം പുതുക്കിക്കൊണ്ടിരിക്കുക. ഇന്നലെ കണ്ട ശുശ്രൂഷ ആയിരിക്കത്തില്ല ഇന്ന് ദൈവം നിന്നെ ജീവിതത്തിൽ തരാൻ പോകുന്ന. ഇന്നലെ പറഞ്ഞ ദൂതല്ല ഇന്ന് പറയാൻ പോകുന്ന. ഇന്നലെ ചെയ്ത അധികാരമല്ല ഇന്ന് ചെയ്യാൻ പോകുന്ന. കാരണം പുതിയത് തരുവാൻ അവൻ ശക്തനാണ്.
നിന്റെ കൂടെ ഇരിക്കുന്ന ദൈവം നിന്റെ അഭിഷേകത്തെ പുതുക്കും. ഇന്ന് ഈ യൂട്യൂബിൽ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും ഒരു അഭിഷേകത്തിന്റെ പുതുക്കം ഇപ്പോൾ വ്യാപരിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ കൂടെ ഇരിക്കുന്ന ദൈവം നിന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ ആർത്തിയോടെ പ്രാർത്ഥിക്കുന്ന, ആഗ്രഹത്തോടെ വാഞ്ചിക്കുന്ന, ഒരു അഭിഷേകത്തിന് വേണ്ടി ദാഹിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും യേശുവിൻ നാമത്തിൽ ആ അഭിഷേകത്തിന്റെ പുതുക്കം വ്യാപരിക്കട്ടെ. പുതിയ അഭിഷേകത്തിന്റെ തലങ്ങൾ ഇപ്പോൾ വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം കൂടെ ഉണ്ടെങ്കിൽ അവൻ എന്നൊരു പുതുമ ഉണ്ടാകും. അവൻ എന്നും പഴയ അവസ്ഥയിൽ അവനെ കാണാൻ കഴിയത്തില്ല. ഓരോ ദിവസവും നിന്റെ മേൽ അഭിഷേകം പുതുക്കിക്കൊണ്ടിരിക്കും. നിന്നെ പുതിയ എണ്ണ നിന്റെ മേൽ വരും. പുതിയ വസ്ത്രം നിന്നെ ധരിപ്പിക്കും. പുതിയ ഭാഷകൾ നീ സംസാരിക്കും. നീ പുതിയ വെളിപ്പാടുകളിൽ നടക്കാൻ തുടങ്ങും. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ദൈവം കൂടെ ഉണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ആമേൻ. 10 വർഷം മുമ്പ് നിന്നെ കണ്ടവൻ പറയും നീ ഒത്തിരി മാറിയെന്ന്. അങ്ങനെയല്ല, ഇന്നലെ കണ്ടവർ 10 ദിവസം കഴിഞ്ഞ് നിന്നെ കാണുമ്പോൾ നിന്റെ മുഖത്തിന്റെ ചൈതന്യം വർദ്ധിച്ചിരിക്കും. നിന്റെ അഭിഷേകം ലെവല് മാറിയിരിക്കും. കാരണം നിന്റെ കൂടെയുള്ള ദൈവം നിന്നെ അഭിഷേകം ചെയ്യുന്നവനാണ്. പുതിയ എണ്ണ അവനെ തേൽപ്പിക്കുന്നു. ആമേൻ. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. പ്രിയമുള്ളവരെ, അഭിഷേകം എവിടെയുണ്ടോ അവിടെയെല്ലാം ശൂന്യതകൾ മാറും. ശൂന്യതകൾ മാറിപ്പോകും. ദൈവം എവിടെയുണ്ടോ അവൻ നിറയുന്ന ദൈവമാണ്. അവൻ നിറയ്ക്കുന്ന ദൈവമാണ്. അവൻ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അവൻ വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. നിന്റെ പാനപാത്രം നിറഞ്ഞ് കവിയും. നിന്റെ തലയിൽ അഭിഷേകമുണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റുമോ? നിന്റെ പാനപാത്രത്തിൽ അതിൻ്റെ റിസൾട്ട് വെളിപ്പെടും. അവൻ നീ ഒന്നുമില്ലാത്തവനാണെങ്കിലും അഭിഷേകം നിന്റെ മേൽ വന്നാൽ നീ സകലതും കൈവശമുള്ളവനായിട്ട് നടക്കാൻ പോകുന്നു. നിന്റെ കൂടെ ഇരിക്കുന്ന ദൈവം നിന്നെ അഭിഷേകം ചെയ്ത് മാനിക്കുന്ന ദൈവമാണ്. എവിടെയെല്ലാം അഭിഷേകം വന്നിട്ടുണ്ടോ അവിടെയെല്ലാം മാറ്റം വന്നിട്ടുണ്ട്. പഴയ നിയമത്തിലേക്ക് പോയാലും പുതിയ നിയമത്തിലേക്ക് വന്നാലും അവൻ എപ്പോൾ അഭിഷേകം വരുന്നോ അന്ന് അവൻ ചേഞ്ച് ആകും. ദാവീദിന്റെ മേൽ അഭിഷേകം വന്നപ്പോൾ ദാവീദ് ചേഞ്ച് ആയി. യേശുക്രിസ്തുവിന്റെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ദേഹരൂപത്തിൽ ഇറങ്ങിയപ്പോൾ സ്വർഗം പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അന്ന് തൊട്ട് യേശുവിന്റെ മിനിസ്ട്രി മാറി. യേശു വേറെ ആത്മാവിൽ നടത്തപ്പെടാൻ തുടങ്ങി. അതുപോലെ തന്നെ ദൈവം നമ്മുടെ കൂടെ ഇരുന്ന ദൈവം നമ്മളെ നടത്തുക മാത്രമല്ല, നമ്മുടെ അഭിഷേകം പുതുക്കും, വെളിപ്പാടുകൾ പുതുക്കും, കൃപാവരങ്ങൾ പുതുക്കും. നമ്മളെ കാണുന്നവർ പറയും ഇത് പഴയ വ്യക്തിയല്ല, 2020 ആരംഭത്തിങ്കൽ കണ്ട പാസ്റ്ററല്ല, 2020 സെപ്റ്റംബർ മാസം 20 കാണുന്നത്. ആമേൻ. പുതുക്കം വന്നിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി മാറ്റും. നീ കുന്നുകളെ പൊടിക്കും, നീ പർവ്വതങ്ങളെ മെതിക്കുക. നിന്റെ കൂടെ ദൈവം ഉള്ളത് കൊണ്ട് ഒന്നും നിനക്ക് അസാധ്യമായി ഇരിക്കത്തില്ല. വിശ്വസിക്കുന്നവർ ഒരാമേൻ പറഞ്ഞാട്ടെ. ഇന്ന് ദൈവം പുതുക്കത്തിന്റെ ദൈവമാണ്. നിന്റെ കൂടെ ഇരിക്കുന്ന ദൈവം നിന്നെ പുതുക്കും, അഭിഷേകത്തിൽ പുതുക്കും. അഭിഷേകം പുതുക്കി കഴിഞ്ഞാൽ എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയും. ദൈവം കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വാക്കുകളിലൊരു നിറവുണ്ടാകും, നമ്മുടെ നടപ്പിലൊരു നിറവുണ്ടാകും. നമ്മൾ എവിടെ നിന്നോ അവിടെ എല്ലാം നിറയും. കാരണം നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിൽക്കുന്നവരാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ആത്മീകമായി മാത്രമല്ല ഭൗതികമായി അവൻ നിറച്ചിരിക്കും. പത്രോസിന്റെ പടക് നിറച്ച ദൈവം 5 അപ്പം കൊടുത്ത കർത്താവിൻ്റെ കയ്യിലേക്ക് 5 അപ്പവും 2 മീനും കൊടുത്തപ്പോൾ അതിനെ വർദ്ധിപ്പിച്ച് 12 കൊട്ട നിറച്ചെങ്കിൽ ഇന്ന് ഞാൻ വളരെ ശക്തമായി വിളിച്ചു പറയാം, നിന്റെ തലമേൽ അഭിഷേകം ചെയ്താൽ നിന്റെ പാനപാത്രം നിറഞ്ഞ് കവിയും. ഒരനുഗ്രഹം ദൈവം തരുന്നത് നിറഞ്ഞ് കവിയുന്ന അനുഗ്രഹമാണ്. അടുത്ത വാക്യം വായിക്കുന്ന എങ്ങനെയാണ്? നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം മുഴുവനും എന്നെ പിന്തുടരും. കാരണം ദൈവം എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഈ അനുഗ്രഹങ്ങളെല്ലാം എൻ്റെ പുറകെ വരും. വചനം എങ്ങനെ പറഞ്ഞത്? ഒരു യഥാർത്ഥ പരിഭാഷയിൽ ഇങ്ങനെയാണ് ഞാൻ കേട്ടത്. സ്തോത്രം. നന്മയും കരുണയും നിന്റെ മുമ്പിൽ ഓവർടേക്ക് ചെയ്ത് നിൽക്കും, നിന്റെ മുമ്പിൽ വന്ന് നിൽക്കും. നിനക്കിത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ ഒന്നും പുറകെ നമ്മൾ നടക്കേണ്ട കാര്യമില്ല. കാരണം സർവശക്തനായ ദൈവം ഇതെല്ലാം നമ്മുടെ അടുക്കൽ കൊണ്ടുവന്ന് തരും. നമ്മുടെ കൂടാരവാതിക്കലെ ദൈവം മന്ന കൊടുക്കുന്നേ, കൂടാരവാതിക്കൽ കൂടിയ കാടപ്പക്ഷി പറന്നു നിൽക്കുന്നേ. ഇതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലും നടത്താൻ ദൈവം ശക്തനാണ്. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവൻ.
ശാന്താറാബാലാക ശിബരകതൽ കൗടമനക. അപ്പൊ ദൈവം കൂടെ ഇരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാകും, ഒരു ജയമുണ്ടാകും. കാണുന്നവരെല്ലാം പറയും ഇത് സാധാരണ വ്യക്തിയല്ല, ഇവന്റെ കൂടെ എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. കാരണം മറ്റൊന്നുമല്ല, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. പ്രിയമുള്ളവരെ, ദൈവം കൂടെ ഉണ്ടെങ്കിൽ എല്ലാവരും കൈവിട്ടാലും കേട്ടോ, ദൈവം കൈവിടത്ത്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ അവിടെ നടുവിലെല്ലാം വളർത്തും. ഇസ്മായിലിനെ കുറിച്ച് പറയുമ്പോൾ, ഇസ്മായിലിനെ അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് ഒരു തുരുത്തി വെള്ളവും കൊടുത്ത്, ഹാഗാറിന്റെ കയ്യിൽ ഒരു തുരുത്തി വെള്ളം കൊടുത്ത് ഇസ്മായിലിനെയും കൊടുത്തിട്ട് ഇറക്കി വിട്ടു. ഹാഗാർ കുറച്ച് ദിവസം ഇങ്ങനെ സഞ്ചരിച്ച് തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം കുട്ടിയെ ഒരു കുറുങ്കാട്ടൻ തണലിട്ടിട്ട് ഒരു അമ്പിൻ പാടകലെ പോയിരുന്ന് കരഞ്ഞു, ബാലന്റെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങിയപ്പോൾ ദൈവം ബാലന്റെ കൂടെ ഉള്ളത് കൊണ്ട് അവന് വേണ്ടി ദൈവം അവിടെ ഒരു ഉറവ ഒരുക്കി വെച്ചിരുന്നു. പ്രിയമുള്ളവരെ, അപ്പനും അമ്മയും അവൻ കൈവിട്ടിട്ടും ദൈവം അവന്റെ കൂടെ ഉള്ളതുകൊണ്ട്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 20-ാമത്തെ വചനം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ മരുഭൂമിയിൽ പാർത്തു. മുതിർന്നപ്പോൾ അവനൊരു വില്ലാളിയായി മാറി. ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു, അവൻ മരുഭൂമിയിൽ പാർത്തു. പ്രിയമുള്ളവരെ, ഈ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അബ്രഹാം ഒരു തുരുത്തി വെള്ളം കൊടുത്ത് ഇറക്കി വിട്ടു. അവസാനം അമ്മ പറഞ്ഞു ഇവൻ മരിക്കുമെന്ന്. പക്ഷെ ദൈവം അവന്റെ കൂടെ ഉള്ളത് കൊണ്ട് അപ്പനും അമ്മയും അവനെ കൈവിട്ടിട്ടും ദൈവം അവനെ കൈവിട്ടില്ല. അവനെ മരുഭൂമിയിൽ ദൈവം വളർത്തി. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോടും ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയാം, ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ആരൊക്കെ കൈവിട്ടാലും, സ്വന്തം അമ്മ പറഞ്ഞു ഇവൻ മരിക്കുമെന്ന് പറഞ്ഞാലും, സ്തോത്രം, മരണ നിഴലിൻ താഴ്വരക്കൂടെ നടന്നാലും ഞാൻ അനർത്ഥം ഭയപ്പെടത്തില്ല. ആരൊക്കെ മരിക്കുമെന്ന് പറഞ്ഞാലും, ആരൊക്കെ നീ ഇപ്പോൾ തീരുമെന്ന് പറഞ്ഞാലും, ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ മരിക്കുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്നെ വളർത്തുവാൻ, നിന്നെ വലുതാക്കുവാൻ, നിന്നെ ഉയർത്തുവാൻ ഈ ദൈവത്തിന് കഴിയും. നിന്റെ കൂടെയുള്ള ദൈവം നിന്നെ വളർത്തുന്ന ദൈവമാണ്. ആ കരങ്ങളൊക്കെ ഒന്ന് അടിച്ച് ആത്മാവിൽ നിന്ന് ദൈവത്തെ സ്തുതിച്ചാണ്. കൂടെ ഇരിക്കുന്ന ദൈവം ആരാന്നറിയാവോ? ആരൊക്കെ കൈവിട്ടാലും കൈവിടാത്ത ദൈവം. എല്ലാവരും ഇവിടെ കൊണ്ട് തീരുമെന്ന് പറഞ്ഞാലും അവിടെ തീരത്തില്ല കേട്ടോ. അവിടെ ആ മനുഷ്യൻ കാണാത്ത ചിലത് ദൈവം മറച്ചു വെച്ചിട്ടുണ്ട്. നിന്റെ കൂടെ ഇരിക്കുന്ന ദൈവം നിന്നെ വളർത്താൻ ശക്തിയുള്ളവനാണ്. വിശ്വസിക്കുന്നവർ ശക്തിയോട് രാമേൻ പറഞ്ഞാട്ടെ. ഏതൊക്കെ സാഹചര്യങ്ങളും ഏതൊക്കെ പ്രതികൂലത്തിലും നിന്റെ ജീവിതത്തിലെ കട്ടതയുടെ നടുവിൽ എല്ലാവരും നിന്നെ കൈവിട്ടു പോയാലും ദൈവം നിന്നെ കൈവിടത്തില്ല. അവൻ നിന്നെ കൂടെ ഇരുന്ന് നിന്നെ വളർത്തും, നിന്നെ വലുതാക്കും. വിശ്വസിക്കുന്നവർ ഒരാമേൻ പറഞ്ഞ